നമസ്കാരം. നാലാമൻ മീഡിയയുടെ നേരും വേരും എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കാരിക്കോട് അണ്ണാമല നാദർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. 1800 വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് ചോള രാജാക്കന്മാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകശിലാ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരേ പീഠത്തിൽ മഹാദേവനും ശ്രീ പാർവതിയും മക്കളായ ബാലസുബ്രഹ്മണ്യനും മഹാഗണപതിയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഈ ഒരു ക്ഷേത്രം ഹിമാലയത്തിലെ കൈലാസത്തിനോട് സാദൃശ്യമുള്ളതാണ്. കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് തൊടുപുഴയിലെ കാരിക്കോട് എന്ന പുണ്യഭൂമിയിൽ കാലത്തെ അതിജീവിച്ചു നിൽക്കുന്ന ഒരു മഹാക്ഷേത്രം. 1800-ലധികം വർഷങ്ങളുടെ പഴക്കവും ചോള രാജാക്കന്മാരുടെ നിർമ്മാണ വൈഭവവും തുടിക്കുന്ന അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം. എൻ്റെ പേര് സുദീപ്. ഞാൻ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കാരിക്കോട് അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകാര്യം എന്ന ചുമതല വഹിക്കുകയാണ്. കാരിക്കോട് എന്ന് പറയുന്ന പ്രദേശം നിരവധി രാജാക്കന്മാർ ഭരിക്കപ്പെട്ട അവരുടെ ആസ്ഥാനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇത് ചരിത്ര രേഖകളിലെല്ലാം ഉണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ചോള രാജാക്കന്മാരും പിന്നീട് വന്ന പാണ്ഡ്യരാജാക്കന്മാരും അതിനുശേഷം അവസാനമുണ്ടായിരുന്നത് വടക്കങ്കൂർ രാജവംശത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള പ്രദേശമാണ്. ഇത് ഒരു ക്ഷേത്ര നഗരിയാണ്. ഇവിടെ 5 ക്ഷേത്രങ്ങൾ, 200 മീറ്റർ ചുറ്റളവിൽ 5 ക്ഷേത്രങ്ങളുള്ള ഒരു ക്ഷേത്ര നഗരിയാണ്. ഇത് ആദ്യകാലത്ത് ഇടുക്കി ജില്ലയുടെ വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു. അതുപോലെ തന്നെ രാജാവിന്റെ കൊട്ടാരവും എല്ലാം ഇരുന്ന സ്ഥലം ഇന്നും നിലനിൽക്കുന്നു. അതിനെ കോട്ടപ്പറമ്പെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവിടെ ഇന്നും കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാവുന്നതും വടക്കൂർ രാജവംശത്തിന്റെ പരദേവതയായിട്ടുള്ള ഒരു ദുർഗാദേവിയുടെ ക്ഷേത്രവും സർപ്പക്കാവും നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ടാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ്. ഗണപതി ക്ഷേത്രമുണ്ട്. അതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഭരണസമിതിയിലുള്ളത്, ഭരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ അങ്കാളമ്മൻ കോവിൽ എന്ന് പറയുന്ന മറ്റൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അങ്കാളമ്മൻ കോവിലിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന തമിഴ് വംശജരുടെ പരദേവതയായിട്ടുള്ള അങ്കാളമ്മനാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനും ഇതിന്റെയും പേര് നിലനിൽക്കുന്ന തമിഴ് ശൈലിയിലുള്ളതാണ്. തിരുവണ്ണാമല മാതിരി തന്നെ അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര്. അത് ഈ രീതിയിൽ വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ചോള രാജാക്കന്മാർ നിർമ്മിക്കപ്പെട്ടു എന്നാണ് ചരിത്ര രേഖകളിൽ ഈ ക്ഷേത്രത്തിൽ കാണുന്നത്. ചോള രാജാക്കന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിർമ്മിച്ച 74 മഹാക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് കാരിക്കോട് ഇന്ന് നിലനിൽക്കുന്ന ഈ അണ്ണാമലനാഥ ക്ഷേത്രം. ഇതിന് ഒരുപാട് ചരിത്ര രേഖകളുണ്ട്. കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ഐതിഹ്യമാല തുടങ്ങിയ പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ എഴുതി ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നും വിദേശത്തുൾപ്പെടെയുള്ള ചരിത്ര വിദ്യാർത്ഥികൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്, ഈ ക്ഷേത്രത്തെക്കുറിച്ച് പഠിക്കുവാനും മറ്റും വേണ്ടിയിട്ട്. ഈ ക്ഷേത്രം വളരെ പ്രത്യേകതയോട് കൂടിയിട്ടുള്ള ക്ഷേത്രമാണ്. അവൻ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ തെക്കോട്ട് ദർശനമായിട്ടുള്ള ഏക ക്ഷേത്രം ഇതായിട്ടുള്ളതാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ കുടുംബസ്ഥനായിട്ട് കുടികൊള്ളുന്നു. ശ്രീ പാർവതിയോടും ശ്രീ മഹാഗണപതിയോടും ശ്രീ സുബ്രഹ്മണ്യനോടൊപ്പം കുടികൊള്ളുന്ന ഭാരതത്തിൽ തന്നെ അത്യപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇന്ന് കാരിക്കോട് സ്ഥിതി ചെയ്യുന്ന ഈ അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ പൂജാവിധാനങ്ങളെല്ലാം തമിഴ് ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ നിർമ്മാണം നടന്നിരിക്കുന്നത് തമിഴ് ശൈലിയിലാണ്. ഈ ക്ഷേത്രം ഏകദേശം 1800 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതായിട്ടാണ് ചരിത്ര രേഖകൾ കാണിക്കുന്നതും. ഭാരതത്തിലെ സംസ്കാരം അനുസരിച്ചുള്ള അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ തെക്കോട്ട് ദർശനമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് തന്നെ ഒരു അത്യപൂർവമാണ്. കേരളത്തിൽ തന്നെ ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. അതുപോലെ ചില ക്ഷേത്രങ്ങളിലുള്ള ഉപദേവന്റെ സ്ഥാനത്താണ് ദക്ഷിണാമൂർത്തി സ്ഥാനം കാണിക്കുന്നത്.
ഇവിടെ ഈ അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിൽ പൂർണ്ണമായും തെക്കോട്ട് കുടുംബസ്ഥനായിരിക്കുന്ന ഒരു ഭാവത്തിലുള്ള മഹാദേവനാണ്. അത് മാത്രമല്ല, ശ്രീ മഹാദേവൻ ശിവലിംഗ രൂപത്തിലല്ല കുടികൊള്ളുന്നത്, അദ്ദേഹം സ്വരൂപത്തിൽ കുടികൊള്ളുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു കൈയിൽ മാനും മറുകൈയിൽ മഴവുമായി അഭയവരത്തോടുകൂടി അനുഗ്രഹ കലയോടുകൂടി ഇരിക്കുന്നതായി കാണാം. തൊട്ടടുത്തായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വാമഭാഗം ശ്രീ പാർവതി ദേവി പകുതി പിരിഞ്ഞൊരു താമരമുട്ടോടും കയ്യിലേന്തിയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ മഹാഗണപതി മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. 99% ക്ഷേത്രങ്ങളിലും മഹാഗണപതി ഇരിക്കുന്നത് ശ്രീ പാർവതി ദേവിയുടെ സമീപത്തായിരിക്കും. ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ സാമീപ്യത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബാലസുബ്രഹ്മണ്യനായിട്ടുള്ള സുബ്രഹ്മണ്യ ദേവനാണ്. അത് ശ്രീപാർവതിയുടെ സമീപത്തായിട്ട് അദ്ദേഹം നിൽക്കുന്നു. ബാക്കി 3 ദേവതകളും ഇരിക്കുമ്പോൾ അദ്ദേഹം നിൽക്കുന്നു. ഈ 4 വിഗ്രഹങ്ങളും ഒറ്റ കരിങ്കൽ പീഠത്തിൽ ഉള്ള ഏക ക്ഷേത്രം കൂടിയാണിത്. അതുമാതിരി തന്നെ ഇവിടെ നടക്കുന്ന പൂജകൾ എല്ലാം തന്നെ 4 ദേവതകൾക്കും തുല്യ പ്രാധാന്യത്തോട് നടന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ധാരയാണെങ്കിൽ തന്നെയും അത് 4 ദേവതകൾക്കും ഒരേപോലെ തന്നെ ധാര നടത്തുന്ന വ്യത്യസ്തമായ ഒരു ക്ഷേത്രം കൂടിയാണ്. അത് മാത്രമല്ല, ഈ അടുത്ത പ്രദേശങ്ങളിൽ വെച്ച് രാവിലത്തെ 8 മണിക്കുള്ള ധാര കഴിഞ്ഞാൽ വിശേഷ ധാരയായിട്ട് ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് വരെ ചെയ്യാവുന്ന മറ്റൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ദ്രവ്യാഭിഷേകം, തേന്, പാല്, കരിക്ക് ഇവ അഭിഷേകം ചെയ്യുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണ് ഈ അണ്ണാമലനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തമിഴ് വംശജരാണ്. അവരുടെ പരദേവതയാണ് അടുത്തുള്ള ക്ഷേത്രത്തിലുള്ള അങ്കാളമ്മൻ ഭഗവതി. അതുപോലെ തന്നെ ഈ ക്ഷേത്രം തെക്കോട്ടാണ്, പൂർണ്ണമായും കരിങ്കലിൽ നിർമ്മിച്ചിരിക്കുന്നു. അതിന് 4 തൂണുകളുണ്ട്. ആ തൂണുകളിൽ 2 തൂണുകളിലായിട്ട് വിചിത്രമായിട്ടുള്ള നിരവധി കൊത്തുപണികൾ അന്നത്തെ കാലത്ത് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മുമ്പ് വളരെ വൃത്തിയായും വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ചിത്രപ്പണികളാണിത്. അന്നത്തെ കാലത്ത് മെഷീൻ ഉപയോഗിച്ചല്ല, കൈകൊണ്ട് തന്നെ കൽപ്പണിക്കാർ വളരെ വൃത്തിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ 2 തൂണുകളിലായിട്ട് നിരവധി ശില്പങ്ങളുണ്ട്. അതിന് ഓരോരോ അർത്ഥങ്ങളും കാര്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും മുകളിലിരിക്കുന്നതാണ് ഇവിടുത്തെ ദേവന്റെ പ്രതിഷ്ഠാവിധാനമാണ് ശ്രീ മഹാദേവൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ത്രിശൂലമല്ല, മാനം മഴുവാണ് പിടിച്ചിരിക്കുന്നത്. അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളും കാര്യങ്ങളുണ്ട്. മഹാദേവൻ ശരിക്ക് കൈലാസത്തിൽ ത്രിശൂലം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ എല്ലായ്പ്പോഴും ഉള്ളത് മാനം മഴുവാണ്. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം കഴിഞ്ഞ ആന അഭിഷേകം ചെയ്യുന്ന ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്ത ചിത്രങ്ങളുണ്ട്. രഥഘോഷയാത്രയുണ്ട്. അദ്ദേഹത്തിന്റെ ഈ തുണിന്റെ ഈ ഭാഗത്തായിട്ട് പടിഞ്ഞാറ് വശത്തായിട്ട് ഈ മുകളിൽ കാണുന്നത് വൈക്കത്ത് ഉള്ള രീതിയിലുള്ളതാണ്. അത് പകുതി പുലിയും പകുതി സന്യാസിയുമായിട്ടുള്ള വ്യാഘ്രപാദം എന്നുള്ളതാണ്. ഈ വൈക്കം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും തന്നെ മഹാദേവന്റെ എഴുന്നള്ളിപ്പുണ്ട്. പ്രത്യേകിച്ച് ഉത്സവകാലങ്ങളിൽ വ്യാഘ്രപാദ മുനിയിലേക്ക് അദ്ദേഹം എഴുന്നള്ളുകയും വലിയ ചടങ്ങ് നടക്കുന്നതാണ്. ഇത് ശിവന്റെ തന്നെ അംശമാണ്. പകുതി പുലിയും പകുതി സന്യാസിയുമായിട്ടുള്ള വ്യാഘ്രപാദർ എന്നുള്ളത്. ഇത് താമര ഇതളിൽ വസിക്കുന്ന ദേവിയുടെ ഭാവമാണ്. 1000 ഇതളുള്ള താമരയ്ക്കകത്ത് വസിക്കുന്ന ശ്രീപാർവതിയുടെ ഈ ശ്രീപാർവതി തന്നെയാണ് മഹാലക്ഷ്മിയായിട്ടും എല്ലാം കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിൽ വിദ്യയ്ക്ക് വളരെ സാധ്യത കാണിക്കുന്നുണ്ട് കുട്ടികളിൽ. ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന മഹാദേവന് സപ്തർഷികൾക്ക് വേദം ഉപദേശിച്ചു കൊടുക്കുന്ന ഭാവത്തിലുള്ളതാണ്. ഇത് ഗജേന്ദ്രമോക്ഷം കഴിഞ്ഞ് ആന ഭഗവാന് അഭിഷേകം ചെയ്യുന്നതാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ ഈ തുണിൻ്റെ ഈ വശത്തായിട്ട് മാർക്കണ്ഡേയ ചരിത്രം കുത്തിയിട്ടുണ്ട്. അത് വളരെ വിശേഷമാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമത്തിനൊക്കെ പ്രാധാന്യം കാണിക്കുന്നു. മാർക്കണ്ഡേയ ചരിത്രം എന്ന് പറഞ്ഞാൽ മുനികുമാരനും മരണം വരും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ശിവലിംഗത്തെ കെട്ടിപ്പിടിക്കുകയും കാലൻ അവിടെ നിന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നു. അന്ന് മഹാദേവൻ ചിരഞ്ജീവിയായിട്ടുള്ള അനുഗ്രഹം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് മാർക്കണ്ഡേയന്. ആ ചരിത്രവും ഈ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിചിത്രമായ നിരവധി കൊത്തുപണികൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 3 ശരീരവും 1 ശിരസുമായിട്ടുള്ള ഒരു സന്യാസിയുടെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 പേരിരിക്കുന്നതായിട്ട് തോന്നും, 3 ശിരസുള്ളതായിട്ട് തോന്നും. പക്ഷേ 1 ശിരസും 3 ശരീരവുമാണ് അതിൽ കൊത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു മഹാശില്പം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ശില്പമാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ആനയും മറു സൈഡിൽ നിന്ന് നോക്കിയാൽ നന്ദികേശനും ഉള്ള 1 ശിരസ് മാത്രത്തിലാണിത് നിർമ്മിച്ചിട്ടുള്ളത്. ഒറ്റക്കല്ലിൽ 1 ശിരസ് കൊണ്ട് തന്നെ ആനയായിട്ടും നന്ദികേശനായിട്ട് തോന്നുന്ന രീതിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ കൈ ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആന മസ്തകം ഉയർന്നു നിൽക്കുന്ന ഭാവവും, മറുവശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്ദികേശൻ തല ഉയർന്നു നിൽക്കുന്ന ഭാവത്തിലുള്ളതാണ്
ഈ ശില്പം. അത് വളരെ വിചിത്രമാണ്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഒരു ശില്പിയുടെ മഹാകഴിവ് അതിലൂടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവിൻ്റെ കൊത്തിവെച്ചിട്ടുണ്ട്. താടിയും ചെടിയോടും കൂടിയിട്ടുള്ള ശില്പം ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നേരിൽ ചേർന്ന അങ്കി ഈ ഭാവത്തിലുള്ളതാണ്. തിരുവിതാംകൂർ രാജവംശവും സമർപ്പിച്ചിട്ടുള്ള അങ്കിയുടെ ഭാവം ഇത് തന്നെയാണ്. സാധാരണ ഭക്തർക്ക് ശബരിമലയിൽ വെച്ച് മുഖഭാവം മാത്രമാണ് ദർശിക്കാൻ സാധിക്കുന്നത്. ശരിക്ക് കൊമ്പം മീശയും തടിയും ചെറിയുമുള്ള ആളാണ് ശ്രീധർമ്മശാസ്താവ്. അയ്യപ്പനല്ല, അയ്യപ്പനും ശാസ്താവും രണ്ടാണ്. ഇത് ശ്രീധർമ്മശാസ്താവിൻ്റെ ഇതാണ്. ഇതിനെ തമിഴ്നാട്ടിലുള്ളവർ അയ്യനാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആ പേരിൽ വന്നാണ് അയ്യപ്പൻ അയ്യനാർ എന്നുള്ള പേരിലാണ് വന്നിരിക്കുന്നത്. ഈ ക്ഷേത്രം ഒന്ന് പൂർണ്ണപ്രദക്ഷിണമുള്ള സ്ഥലമാണ്. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ ഓ മുറിച്ച് കടക്കാൻ പാടില്ല. ഈ ക്ഷേത്രത്തിൽ ഓ മുറിച്ച് കടക്കാം എന്നുള്ളൊരു വിധിയും കൂടെയുണ്ട്. അതിന് കാരണം നിലനിൽക്കുന്നത് ശ്രീ മഹാദേവന്റെ ജടയിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഇല്ലാത്തൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ 4 പേരും തെക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. അത് ഈ ക്ഷേത്രത്തിന്റെ ഓവ് നേരെ ശ്രീകോവിലിന് പുറകുവശത്തേക്ക് സ്ഥിതി ചെയ്യുന്നു. ആ ഓവിന് മുകളിലായിട്ട് 18 ശിവയോഗികളിൽ പ്രധാനിയായിട്ടുള്ള ഒന്നാമനായിട്ടുള്ള അഗസ്ത്യമുനിയുടെ രൂപം പോലും വളരെ ഭംഗിയോടുകൂടി വളരെ ചൈതന്യത്തോടുകൂടി കൊത്തിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം കരികളിൽ തന്നെ. അവിടെ നിന്നും ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് ചെല്ലുമ്പോൾ ശിവയോഗികളിൽ 2ാമത്തെ ആളായിട്ടുള്ള തിരുമൂലർ രൂപം കാണാവുന്നതാണ്. 9 ഗ്രഹങ്ങളുടെ സാമീപ്യമുള്ള ഏക ക്ഷേത്രമാണിത്. 9 ഗ്രഹങ്ങളെ ആസ്പദമാക്കി ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തായിട്ട് 9 ദ്വാരങ്ങളോടുകൂടി ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു 9 ദ്വാരങ്ങൾ കാണാം. അത് 9 ഗ്രഹങ്ങളാണ്. ആ ഗ്രഹങ്ങൾ 9നെയും ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദക്ഷിണാമൂർത്തിയുടെ ശ്ലോകത്തിൽ നവഗ്രഹ പരിവാര സമേതനായെന്ന് എഴുതി ചേർത്തിട്ടുള്ളതും ജപിക്കുന്നതുമാണ്. അത് കഴിഞ്ഞ കിഴക്ക് വശത്ത് ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് എത്തിച്ചേരുമ്പോൾ 5 ദ്വാരങ്ങളായിട്ട് നമുക്ക് കാണാം. അത് പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ആസ്പദമായുള്ള സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജകൾ 5ആണ്. ദീപം, ധൂപം, ഗന്ധം, ജലം, പുഷ്പം എന്ന രീതിയിലാണ് ക്ഷേത്ര പൂജാരിമാർ പൂജിക്കുന്നത്. അതുപോലെ തന്നെ ലോഹങ്ങൾ 5ആണ്. പഞ്ചലോഹങ്ങളിൽ 5 ലോഹങ്ങൾ ചേരുന്നു. ഓട് കണക്കുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്ന 5 ലോഹങ്ങൾ ചേർത്താണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രവുമായിട്ടും സയൻസും ശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് പോലും ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ അരയിൽ കെട്ടുന്ന ചരട് കെട്ട് ചടങ്ങ് നടത്തുമ്പോൾ പോലും നമ്മൾ അതിനകത്ത് കോർത്തു ചേർക്കുന്നത് 5 ലോഹങ്ങളാണ്. ആ 5 ലോഹങ്ങൾ ചേർത്ത് അരയിൽ ചരട് കെട്ടിയതിനു ശേഷം മാത്രമാണ് ഹൈന്ദവ സമ്പ്രദായ പ്രകാരം ഒരു കുട്ടിയെ ഭൂമിയായിട്ട് ബന്ധിപ്പിച്ച് നിലത്ത് കിടത്തുന്നത് അന്നു മുതലാണ്. അങ്ങനെ 5ഉമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്നത് 5 കാര്യങ്ങളാണ്. 1, ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഉത്തേജനമുണ്ടാകും. 2, ക്ഷേത്രത്തിലെ നാദങ്ങൾ, ശംഖനാദം, മണിനാദം, ഓങ്കാരനാദം, അതുപോലെ തന്നെ ക്ഷേത്ര പൂജാരിമാർ ജപിക്കുന്ന മന്ത്ര ഉച്ചാരണങ്ങൾ, ഇതിനെല്ലാം വളരെ പ്രത്യേകതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്നത് നമ്മുടെ ചെവികൾക്ക് ഇമ്പമുണ്ടാക്കുകയും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഗന്ധങ്ങൾ, രാവിലെ നടക്കുന്ന ഗണപതി ഹോമത്തിന്റെയും മറ്റു ഗന്ധങ്ങളും അഷ്ടഗന്ധത്തിന്റെയും നെയ്യുടെയും എണ്ണയുടെയും എല്ലാം ഗന്ധം നമ്മുടെ മൂക്കുകൾക്ക് ഉത്തേജനം ഉണ്ടാകുകയും 4മതായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന് അഭിഷേകം ചെയ്തെടുത്ത് ഭക്തർക്ക് നൽകുന്ന തീർത്ഥം, അത് ആ ബിംബത്തിലുള്ള ചൈതന്യത്തിൽ നിന്ന് വരുന്ന തീർത്ഥം, അത് പാല്, തേന്, കരിക്ക്, ജലം ഇവയെല്ലാം ഉൾപ്പെട്ടത് ഔഷധമാണ്. അതിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്കും ചൈതന്യം ലഭിക്കുന്നു. 5മതായിട്ട് നിൽക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഭസ്മം അല്ലെങ്കിൽ ചന്ദനമാണ്. ഈ ക്ഷേത്രത്തിലെ ഗോശാലയിൽ നിന്ന് നിർമ്മിക്കുന്ന ശുദ്ധമായ ഭസ്മമാണ് ഭക്തജനങ്ങൾ കൊടുക്കുന്നത്. ആ ഭസ്മം മർമ്മസ്ഥാനങ്ങളിൽ തൊടുമ്പോൾ നമ്മുടെ സ്കിന്നുകൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകുന്നു. അങ്ങനെ 5 കാര്യങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 5, 9, 12 എന്നൊക്കെ പറയുന്ന ക്ഷേത്രങ്ങളിലെ വലിയ ഒരു കണക്കാണ്. 9 ഗ്രഹങ്ങളെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ച് ഒരു ഹിന്ദു മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഞ്ചയനാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ സഞ്ചയന ഭൂമി നടത്തുന്ന ഭൂമിയിൽ അദ്ദേഹത്തെ ദയിപ്പിക്കുന്ന ഭൂമിയിൽ വിതറുന്നത് നവധാന്യങ്ങളാണ്. 9 ധാന്യങ്ങൾ വിതറി ആ മണ്ണിനെ കൃഷിഭൂമിയാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ നിരവധിയായ സന്യാസി ശ്രേഷ്ഠന്മാരാൽ പൂജിക്കപ്പെട്ട അതിവിശിഷ്ടമായ ഒരു ക്ഷേത്രം കൂടിയാണ് അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം. അവസാനമായി ഇവിടെ ഉണ്ടായിരുന്ന ശങ്കരഗിരി സ്വാമികൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് സമാധിയാകുകയും അദ്ദേഹത്തെ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തായിട്ട് സമാധി ഇരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ക്ഷേത്രത്തിലെ എല്ലാ പൂജാവിധികളും തുടങ്ങുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. രാവിലെ ഈ ക്ഷേത്രം മേൽശാന്തി ശ്രീകോവിൽ തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യ വിളക്കുകളും കാര്യങ്ങളും വച്ചതിന് ശേഷം നിർമാല്യം മാറ്റുന്നതിന് മുമ്പായി യോഗീശ്വര സ്ഥാനത്ത് അദ്ദേഹം തന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച്
തിരിച്ചു വന്നതിന് ശേഷമാണ് നിർമാല്യമായിട്ടുള്ള മാലയും പൂക്കളുമെല്ലാം ശ്രീകോവിലിൽ നിന്ന് മാറ്റുകയും ക്ഷേത്ര തിടപ്പള്ളിയിൽ നേദ്യം തയ്യാറാക്കുകയും ചെയ്യുന്നത്. അത്ര പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്നും ആ സന്യാസി വര്യനെ ഇവിടെ ആചരിച്ചു വരുന്നത്. അതുപോലെ തന്നെ വാർഷികമായി നടക്കുന്ന കുംഭമാസത്തിലെ ഉത്രട്ടാതി നാളിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ക്ഷേത്രം തന്ത്രി അദ്ദേഹം ആദരണീയനായ കുരിയന്നൂർ ശശി നമ്പൂതിരിപ്പാടാണ്. തൃശൂർ വടക്കനാഥന്റെയും എല്ലാം അധികാരമുള്ള 2000-ഓളം ക്ഷേത്രങ്ങളുടെ അധികാരമുള്ള തന്ത്രകുടുംബത്തിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ശശി നമ്പൂതിരിപ്പാടാണ് ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ ക്ഷേത്രത്തിനെയും തന്ത്രസ്ഥാനം വഹിക്കുന്നത്. അദ്ദേഹം വർഷത്തിൽ വന്നു കഴിയുമ്പോൾ കുംഭമാസത്തിലെ ഉത്രട്ടാതി നാളിൽ കലശം ആടുന്നത് ആദ്യം മറ്റു ക്ഷേത്രത്തിൽ നിന്നും വ്യത്യാസമായിട്ട് യോഗീശ്വരനാണ് ആദ്യം കലശമാടുന്നത്. അതിനുശേഷമാണ് 4 ദേവതകൾക്കും ഈ ക്ഷേത്രത്തിൽ കലശമാടി പൂജകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ രാവിലെയാണേലും മേൽശാന്തി ദീപം തെളിക്കുന്നു. ഇവിടെ വരുന്ന ഭക്തരാണേലും വലം വച്ച് പടിഞ്ഞാറ് വശത്ത് ചെന്ന് യോഗീശ്വരനെ ദർശിച്ച് അനുഗ്രഹം വാങ്ങി വേണം ഈ ക്ഷേത്രത്തിനുള്ളിൽ കടന്നു വരാൻ എന്നുള്ളതാണ് ദേവപ്രശ്നത്തിനകത്ത് നമുക്ക് തെളിഞ്ഞു വന്നിട്ടുള്ളത്. ചരിത്രവും വിശ്വാസവും ഇഴചേരുന്ന ഈ മഹാക്ഷേത്രം വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു മഹാസമ്പത്താണ്.